السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب ولجميع المؤمنين والمؤمنات. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അപ്രതീക്ഷിതമായി വീടുകളിലേക്കും റൂമുകളിലേക്കും കയറി വരുന്ന രീതിയെ അല്ലാഹു തആല എതിർക്കുകയാണ്. എന്നാൽ അടിമകൾക്കും കുട്ടികൾക്കൊക്കെ കയറി ചെല്ലാൻ പറ്റുന്ന അവസരങ്ങളും അല്ലാഹു തആല പറഞ്ഞു. ഇനി എൻ്റെ സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അല്ലാഹു തആല അടുത്ത ആയത്തുകളിൽ പറയുന്നത്. വിവാഹത്തിന് താല്പര്യം ഇല്ലാത്ത കിഴവികളായ സ്ത്രീകൾ, അവരുടെ പീരിയഡ്സിന്റെ ടൈമൊക്കെ കഴിഞ്ഞു, ഹൈദിനെ തൊട്ടൊക്കെ അവർ മുക്തരായി, അതുപോലെ തന്നെ കുട്ടികളുണ്ടാവുമെന്ന പ്രതീക്ഷയില്ല, അത്രയും വാർദ്ധക്യം അവർക്ക് എത്തിയിട്ടുണ്ട്. അവരിനിയൊരു വാർദ്ധക്യം കാരണം നിക്കാഹ് ഉദ്ദേശിക്കുന്നുമില്ല. അങ്ങനത്തെ സ്ത്രീകളാണെങ്കിൽ അവർക്ക് അവരുടെ മേൽവസ്ത്രങ്ങൾ അതൊന്നും അഴിച്ചു വെക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കുറച്ച് നിയമങ്ങൾ അല്ലാഹു തആല പറയുകയാണ്. നോക്കൂ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والقواعد من النساء اللاتي لا يرجون نكاحا فليس عليهن جناح أن يضعن ثيابهن غير متبرجات بزينة وأن يستعففن خير لهن والله سميع عليم. ليس على الأعمى حرج ولا على الأعرج حرج ولا على المريض حرج ولا على أنفسكم أن تأكلوا من بيوتكم أو بيوت آبائكم أو بيوت أمهاتكم أو بيوت إخوانكم أو بيوت أخواتكم أو بيوت أعمامكم أو بيوت عماتكم أو بيوت أخوالكم أو بيوت أخوالكم أو بيوت خالاتكم أو ما ملكتم مفاتحه أو صديقكم. ليس عليكم جناح أن تأكلوا جميعا أو أشتاتا فإذا دخلتم بيوتا فسلموا على أنفسكم تحية من عند الله مباركة طيبة كذلك يبين الله لكم الآيات لعلكم تعقلون. صدق الله العظيم. വൽ ഖവാഇദു മിനൻ നിസാഇ, സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്നും പ്രായമെത്തി ഹൈദിനെ തൊട്ടും കുട്ടികളെ തൊട്ടൊക്കെ ഒഴിഞ്ഞിരിക്കുന്നവർ, ഖഅദ യഖഉദു ഖുഊദൻ ഫഹുവ ഖായിദുൻ ഖായിദാനി ഖായിദൂന ഖായിദത്തുൻ ഖായിദത്താനി ഖായിദാത്തുൻ വ ഖവാഇദു ജംഅൻ. എന്താ തഫ്സീർ? ഖഅദന, ആ സ്ത്രീകൾ അനിൽ ഹൈളി വൽ വലദി ലി കിബർഹിന്ന, കിബർ കാരണം കൊണ്ട്, വാർദ്ധക്യം കാരണം കൊണ്ട് കുട്ടികളെയും ഹൈലിനെയും, കുട്ടിയെ തൊട്ടും ഹൈലിനെ തൊട്ടും ഇരുന്നവർ, അതിനെ വിട്ടിരുന്നവർ, അഥവാ ഇനി അതൊന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷയില്ലാത്തവർ, അങ്ങനെ വാർദ്ധക്യമെത്തിയ സ്ത്രീകൾ. അല്ലാത്ത എങ്ങനത്തെ സ്ത്രീകളാണ്? പിന്നെങ്ങനത്തെ സ്ത്രീകളാ? ലാ യർജൂന നിക്കാഹൻ, അവർ നിക്കാഹിനെ ആഗ്രഹിക്കുന്നില്ല. ലിദാലിക ഐ ലികിബരിഹിന്ന, വാർദ്ധക്യം കാരണം കൊണ്ട്. അപ്പൊ ഇനിയൊരു നിക്കാഹോ ഒരു ഭർത്താവിന്റെ സാമീപ്യോ എന്നും അവർ കൊതിക്കുന്നില്ല. അത്രയും പ്രായമായിട്ടുണ്ട്. അങ്ങനത്തെ പടുകിഴവികളായ സഹോദരിമാർ, സ്ത്രീകൾ, ഫലൈസ അലൈഹിന്ന, ആ സ്ത്രീകളുടെ മേൽ ഇല്ല ജുനാഹുൻ, തെറ്റില്ല, കുറ്റമില്ല, അയ്യലൈന, അവർ അഴിച്ചു വെക്കുന്നത്, സിയാബഹുന്ന, അവരുടെ ഡ്രസ്സുകളെ, മേൽവസ്ത്രങ്ങളെ, അതാണ് ഇവിടെ ഉദ്ദേശം. മേൽവസ്ത്രങ്ങളൊന്നും അഴിച്ചു വെക്കുന്നതിൽ അവർക്ക് തെറ്റില്ല. മിനൽ ജിൽബാബി വൽരിദാഇ വൽഖിനാഇ ഫൗഖൽ ഖിമാർ, ഖിമാറിന് മുകളിൽ ധരിക്കുന്ന ഖിനാഇ, മക്കന, അതുപോലെ റിദാ, തട്ടം, ഷാള് എന്നൊക്കെ പറയാം. ജിൽബാബ് എന്ന് പറഞ്ഞാൽ
മേൽവസ്ത്രം, പുതക്കുന്ന മൂടുപുടവ, ഇതൊക്കെയാണ് ജിൽബാബിന്റെ അർത്ഥം. അപ്പോ ഔറത്ത് മൊത്തമായി വെളിവാക്കുന്നതിന് കുഴപ്പമില്ല എന്നല്ല. ഇങ്ങനെയുള്ള മേൽവസ്ത്രങ്ങൾ, ഹിമാറിന്റെ മേലൊരു മക്കന, അതുപോലെ തന്നെ ഷാള്, ഇതൊക്കെ അഴിച്ചു വെക്കുന്നതിന് അവർക്ക് കുഴപ്പമില്ല, അതിന് കുറ്റമില്ല. കണ്ടാൽ ആശിക്കപ്പെടുന്ന പ്രായങ്ങളൊക്കെ കഴിഞ്ഞ പടുവൃദ്ധകളായ സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അല്ലാത്ത സ്ത്രീകളോ, എന്റെ സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണിത്. ഔറത്തൊന്നും വെളിവാക്കിയിട്ട് ഷാളുകളൊന്നും ഇടാതെ ഒന്നും പുറത്തിറങ്ങാൻ പാടില്ല. ഗൈറ മുതബർരിജാത്തിൻ, ഈ സ്ത്രീകൾ തന്നെ, ഈ വയസ്സായ വയോധികരായ സ്ത്രീകൾ തന്നെ ഗൈറ മുതബർരിജാത്തിൻ ബിസീന, അവരുടെ ഭംഗിയും അലങ്കാരങ്ങളും വെളിപ്പെടുത്താത്തവരായ സ്ഥിതിയിൽ ഇതൊക്കെ അഴിച്ചു വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. മുതബർരിജാത്തിൻ എന്ന് പറഞ്ഞാൽ മുൽഹിറാത്തിൻ, ലാഹിറാക്കാത്തവരായിട്ട്, ബിസീനത്തിൻ ഖഫിയ്യത്തിൻ, മറഞ്ഞു കിടക്കുന്ന സീനത്തുകളെ, അലങ്കാരങ്ങളെ, ഭംഗിയെ വെളിപ്പെടുത്താത്തവരായിട്ട് ഇതൊക്കെ അഴിച്ചു വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതൊക്കെ അഴിച്ചു വെച്ച് മറഞ്ഞു കിടക്കേണ്ടതായ അലങ്കാരങ്ങളും സൗന്ദര്യമൊക്കെ വെളിപ്പെടുത്തുന്ന രീതിയിലാണെങ്കിൽ അത് കുറ്റമാണ്. കഖിലാദത്തിൻ, മാല, സിവാറ്, വള, ഹൽഖാല്, പാദസ്വരം, ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഇതൊക്കെ മറഞ്ഞു കിടക്കേണ്ടതാണ്. അതൊന്നും വെളിപ്പെടുത്താൻ പാടില്ല. അപ്പോ ആ ഭാഗങ്ങളൊന്നും കാണാൻ പാടില്ല എന്നർത്ഥം. അല്ലാത്ത രീതിയിൽ മൂടുപടങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് അവർക്ക് തെറ്റില്ല. എങ്കിലും അവര് സംസ്കാരം കാണിക്കല്, മാന്യത കാണിക്കലാകുന്നത്, ചാരിത്രം സൂക്ഷിക്കലാകുന്നത് എങ്ങനെ? ഈ വസ്ത്രങ്ങളെ അഴിച്ചു വെക്കാതെ ശരിക്ക് മൂടിപ്പൊതച്ച് നിൽക്കലാകുന്നത് ഖൈറുൽ ലഹുന്ന, അതാണ് അവർക്ക് ഖൈർ. വല്ലാഹു സമീഉൽ ലിഖൗലിക്കും, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയും വേണം. കാരണം അല്ലാഹു തആല സമീഉൽ ലിഖൗലിക്കും, നിങ്ങൾ പറയുന്ന എല്ലാ വാക്കുകളും ശരിക്ക് കേൾക്കുന്നവനാണ്. അലീമും ബിമാ ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങളടക്കം ശരിക്കറിയുന്നവനാണ്. നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും അവൻ വീക്ഷിക്കുന്നുണ്ട്. ഇനി പറയുന്ന ആയത്ത് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം, സബബുൻ നുസൂൽ, അല്ലാഹു തആല യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, ബാത്തിലായ രീതിയിൽ നിങ്ങൾ സ്വത്ത് സമ്പാദിക്കരുത് എന്ന ആശയം വരുന്ന ആയത്ത് ഇറക്കിയപ്പോ സ്വഹാബത്തില് ഒരുപാട് ആളുകൾ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ രോഗികള്, കുഴഞ്ഞ ആളുകള്, അന്ധരായ ആളുകള്, കാലിന് മുടന്തും അംഗവൈകല്യമൊക്കെ ഉള്ള ആളുകളുടെയൊക്കെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നും വിട്ടുനിന്നു. അതിനവർ ന്യായം പറഞ്ഞത്, ബാത്തിലായ രീതിയിൽ അല്ലാഹു തആല സ്വത്ത് ഉപയോഗിക്കരുത്, അത് ഭക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഭക്ഷണമാണ് ഏറ്റവും മുന്തിയ സ്വത്ത്. അപ്പൊ അത് ബാത്തിലായ രീതിയിൽ നമ്മുടെ വയറ്റിലേക്ക് എത്താൻ പാടില്ല. തളർവാദം പിടിച്ച കുഴഞ്ഞ ആളുകള്, രോഗികള്, കണ്ണില്ലാത്ത ആളുകൾ, ഇവരുടെയൊക്കെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കണ്ണില്ലാത്ത ആളുകള് അവർ ഭക്ഷണങ്ങൾ എടുത്ത് കഴിക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് അവർക്ക് അവരുടേതായ അംശവും ഓഹരിയും കിട്ടണമെന്നില്ല. അപ്പൊ കണ്ണുള്ളതായ ആളുകൾ ചിലപ്പോൾ കൂടുതൽ കഴിച്ചു എന്ന് വരും. അതുപോലെ കുഴഞ്ഞ ആളുകൾക്കും പെട്ടെന്നൊന്നും എടുത്ത് കഴിക്കാൻ കഴിയില്ലല്ലോ. രോഗികളാവുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് താല്പര്യക്കുറവുണ്ടാവും, അവരും ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കില്ല. മുടന്തുള്ള ആളുകൾക്ക് ശരിക്കും ഇരിക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ട് അവർക്കും ശരിക്കും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പൊ അവരുടെ അവകാശം പോലും അവരുടെ അവകാശങ്ങൾ കൂടെ നമ്മുടെ വയറ്റിലേക്ക് എത്തുമോ എന്നൊരു പേടി സ്വഹാബത്തിൽ ചിലർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അവര് ഇവരുടെ കൂടെയൊന്നും ഭക്ഷണം കഴിക്കില്ല. അള്ളാഹുവിന്റെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ കുറ്റം കിട്ടുമോ എന്ന് പേടിച്ചിട്ട്, അനർഹമായത് വല്ലൊന്നും നമ്മുടെ വയറ്റിലേക്ക് എത്തുമോ എന്ന് പേടിച്ചിട്ട്, അപ്പോൾ അല്ലാഹു തആല പറയുകയാണ്, നിങ്ങൾ പേടിക്കണ്ട. ലൈസ അലൽ അഅ്മ ഹറജുൻ വലാ അലൽ അഅ്റജ് ഹറജുൻ വലാ അലൽ മരീൽ ഹറജുൻ. ഇതാണ് ഒരു അഭിപ്രായം. എന്നാൽ മറ്റൊരു അഭിപ്രായം, രോഗികളായ ആളുകളും മുടന്തുള്ള ആളുകളും അന്ധന്മാരായി പറയപ്പെട്ട ആളുകളൊക്കെ അവര് പേടിച്ച് മാറി നിന്നു. ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ അവര് തയ്യാറാവില്ല. അതിനവർ കാരണം പറയുന്നത്, കണ്ണില്ലാത്തതായ ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന്റെ ന്യായം, ഞാൻ കണ്ണില്ലാത്ത ആളാകുമ്പോൾ
ഭക്ഷണത്തിൽ നിന്ന് എടുക്കുന്നത് ആർക്ക് അവകാശപ്പെട്ടതാണ്, എത്ര അളവുണ്ട് എന്നൊന്നും എനിക്ക് കാണാൻ കഴിയില്ല. അവൻ എത്രത്തോളം കഴിച്ചിട്ടുണ്ട് എന്നൊന്നും എനിക്ക് കാണാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഞാൻ എടുക്കുന്നത് അനർഹമായി പോകുമോ എന്ന് പേടി. അംഗവൈകല്യമുള്ള ആളുകൾക്ക് ഇരിക്കാൻ കൂടുതൽ സീറ്റ് വേണ്ടി വരും. കാലൊക്കെ നീട്ടിയിട്ടും മറ്റൊക്കെ ഇരിക്കേണ്ടി വരുമല്ലോ, മുടന്നുള്ള ആളുകൾക്കും മറ്റൊക്കെ. അപ്പോൾ അത് ബാക്കിയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? അപ്പോൾ അവർ പ്രയാസപ്പെട്ട് കഴിക്കുമ്പോൾ കഴിക്കുന്ന അളവ് കുറയോ? ഇങ്ങനെയൊക്കെ ഉള്ളതായ ഓരോരോ ആശങ്കകൾ ഇവർക്കുണ്ടായിരുന്നു. അതിനെ ചൊല്ലി ഇറങ്ങിയതാണ് എന്നും മുഫസ്സിരിങ്ങൾക്ക് അഭിപ്രായമുണ്ട്. രണ്ടും ആയിക്കോട്ടെ, ഏതായാലും അല്ലാഹു തആല പറയുന്നു ലൈസ അലൽ അഅ്മ ഹറജുൻ, അന്ധരായ ആളുകളുടെ മേൽ കുറ്റമില്ല. വലാ അലൽ അഅ്റജ് ഹറജുൻ, മുടന്തുള്ള കാലുകൾക്ക് അംഗവൈകല്യമുള്ള മുടന്തുള്ള ആളുകളുടെ മേലും കുറ്റമില്ല. വലാ അലൽ മരീദ് ഹറജുൻ, രോഗികളുടെ മേലും കുറ്റമില്ല. എന്തിൽ കുറ്റമില്ല? ഫി മുആക്കലത്തി മുഖാബിലിഹിം, ഇവരുടെ നേർ എതിരുള്ളതായ ആളുകൾ, നേർ വിപരീതത്തിലുള്ള ആളുകൾ. അന്ധനായ ആളിന്റെ നേരെ മുക്കാബിലയിൽ ആരാണുള്ളത്? ബസീർ, കാഴ്ചയുള്ളവൻ. മുടന്തുള്ളവന്റെ ഓപ്പോസിറ്റ് മുടന്തില്ലാത്തവൻ. രോഗിയുടെ വിപരീതം ആരോഗ്യവാൻ. അതാണ് മുക്കാബിലിഹിം. ഇവരുടെ എതിരിലുള്ളതായ ആളുകളോട് മുആക്കലത്ത്, കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുക. അക്കല എന്ന് പറഞ്ഞാൽ കഴിച്ചു, ആക്കല കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ചു. ഫി മുആക്കലത്തി മുഖാബിലിഹിം, ആക്കല യുആക്കിലു മുആക്കലത്ത്, ഫി മുആക്കലത്തി മുഖാബിലിഹിം, ഈ ഗുണങ്ങളില്ലാത്ത, ഇതിന്റെ നേർവിപരീത ഗുണങ്ങളുള്ള ആളുകളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിൽ ഇവർക്കൊന്നും കുറ്റമില്ല. അപ്പൊ അവർക്കും കുറ്റമില്ല. ഇനി വലാല അൻഫുസിക്കും അൻ തഅ്കുലൂ മിൻ ബുയൂത്തിക്കും, ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം മുഫസ്സിരിങ്ങൾ വിവരിക്കുകയാണ്. സ്വഹാബത്തിൽപ്പെട്ട ചില ആളുകൾ യുദ്ധത്തിനും മറ്റൊക്കെ പോകുമ്പോൾ അവരുടെ വീടിന്റെ ചാവി യുദ്ധത്തിനൊന്നും പോരാത്ത ബലഹീനരായ ഈ പറയപ്പെട്ട അഅ്മ, അഅ്റജ്, മരീദ് പോലത്തെ ആളുകൾക്കൊക്കെ ഏൽപ്പിക്കും. എന്നിട്ട് നിങ്ങൾ ആവശ്യത്തിന് എൻ്റെ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തോളൂ എന്ന് സമ്മതം കൊടുത്ത് ചാവി കൊടുക്കും. എങ്കിലും ഇവര് ചാവി കയ്യിൽ വാങ്ങിയ ആളുകൾ വീട് തുറന്നിട്ട് സാധനങ്ങളൊന്നും എടുക്കില്ല, ഉപയോഗിക്കില്ല. കാരണം ആ വീട്ടുകാരന് ഇവന് ഇല്ലാത്ത സമയത്ത് ഇതൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ തെറ്റാണ്, കുറ്റമാണ്, അവൻ സമ്മതം തന്നിട്ടുണ്ടെങ്കിലും എന്ന രീതിയിൽ അവരതിനെ വിലയിരുത്തി. അതുപോലെ തന്നെ അപ്പൊ അതിനെ ചൊല്ലി ഇറങ്ങിയതാണെന്നൊരു ഒരു അഭിപ്രായം. എന്നാൽ മറ്റൊരഭിപ്രായം, പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ആളുകൾ മറ്റുള്ള ആളുകളോട് ഭക്ഷണം ആവശ്യപ്പെടുമ്പോൾ ചോദിക്കപ്പെടുന്ന വ്യക്തിയുടെ കയ്യിൽ ഭക്ഷണം അല്ലെങ്കിൽ അവൻ ഈ ചോദിച്ച വ്യക്തിയെയും കൂട്ടി അവന്റെ കുടുംബത്തിലേക്ക്, സഹോദരന്റെ വീട്ടിലേക്കോ ഉമ്മയുടെ വീട്ടിലേക്കോ അമ്മായിയുടെ വീട്ടിലേക്കോ പിതൃവ്യന്റെ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ ചോദിച്ച വ്യക്തിക്ക് അത് പ്രയാസം. ഇവനോട് ചോദിച്ച് ഇവന്റെ അടുത്ത് ഇല്ല, അവൻ അവന്റെ കുടുംബത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോവാണ്. അപ്പൊ എനിക്കൊരു പ്രയാസം. മറ്റവൻ പറഞ്ഞിട്ട് തരുന്നതായിരിക്കോ, മനസ്സം തൃപ്തിയോടുകൂടെ തരുന്നതായിരിക്കോ ഇല്ലയോ എന്നുള്ള പ്രയാസങ്ങളൊക്കെ ആയിട്ട് ഈ ചോദിക്കുന്ന ആള് ചോദിക്കപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വിസമ്മതിക്കുക. ഇതൊക്കെ നല്ല ചിന്തയിലാണ്. എങ്ങനെയെങ്കിലും തെറ്റിലകപ്പെടുമോ, കുറ്റത്തിലകപ്പെടുമോ, ബാത്തിലായ രീതിയിൽ ലാ തഅ്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, ബാത്തിലായ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ സ്വത്തിനെ ഭക്ഷിക്കരുത്, ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ ആ ആയത്തിന് വിരുദ്ധമായിട്ട് എങ്ങനെയെങ്കിലും അനർഹമായത് വയറ്റിലേക്ക് എത്തുമോ എന്ന പേടി കൊണ്ടാണ് സ്വഹാബത്ത് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ വെടിഞ്ഞു നിൽക്കുന്നത്. അതിനെ ചൊല്ലി അല്ലാഹു തആല പറയുന്നു വലാ ഹറജ അലാ അൻഫുസിക്കും, നിങ്ങളുടെ സ്വന്തം നഫ്സുകളുടെ മേൽ കുറ്റമില്ല, നിങ്ങൾക്ക് കുറ്റമില്ല. അൻ തഅ്കുലു, നിങ്ങൾ ഭക്ഷിക്കുന്നതിന് നിങ്ങൾക്ക് കുറ്റമില്ല. മിൻ ബുയൂത്തിക്കും ഐ ബുയൂത്തി ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയാണെങ്കിൽ അതിന് കുറ്റമില്ല. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷിക്കുന്നത് എനിക്ക് കുറ്റമല്ല എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷിക്കുന്നത് എനിക്ക് കുറ്റം ഉണ്ടാവില്ല എന്ന് ഉറപ്പാ. പക്ഷെ എന്റെ മോന് വേറെ വീടെടുത്ത് പോയിട്ടുണ്ട്, അതാണ് ഇവിടെ ഉദ്ദേശം. ഔ ബുയൂത്തി ഔലാദിക്കും ഐ ബുയൂത്തി ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ വീടുകളിൽ നിന്നോ. ഔ ബുയൂത്തി ആബായിക്കും, നിങ്ങളുടെ പിതാക്കളുടെ വീടുകളിൽ നിന്നോ. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് വീടെടുത്ത് പോയിട്ടുണ്ട്, എന്റെ ഉപ്പ വേറെ വീട്ടിലാണ് താമസിക്കുന്നത്, ഉപ്പാന്റെ വീടുകളിൽ നിന്നോ. ഔ ബുയൂത്തി ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ ഉമ്മഹാത്തുകളുടെ ഉമ്മമാരുടെ വീടുകളിൽ നിന്നോ. ഔ ബുയൂത്തി ഇഖ്വാനിക്കും, നിങ്ങളുടെ സഹോദരന്മാരുടെ വീടുകളിൽ നിന്നോ. ഔ ബുയൂത്തി അഹമാത്തിക്കും, നിങ്ങളുടെ സഹോദരിമാരുടെ വീടുകളിൽ നിന്നോ.
ഔബുയൂത്തി അഅ്മാമിക്കും നിങ്ങളുടെ പിതൃവ്യന്മാരുടെ വീടുകളിൽ നിന്നോ, ഉപ്പാന്റെ സഹോദര സഹോദരന്മാര്, എളാപ്പ മൂത്താപ്പന്മാര്, അമ്മുകൾ. ഔബുയൂത്തി അമ്മാത്തിക്കും ഉപ്പയുടെ സഹോദരിമാര്, അമ്മായികൾ, അവരുടെ വീടുകളിൽ നിന്നോ. ഔബുയൂത്തി അഹ്വാലിക്കും നിങ്ങളുടെ ഉമ്മയുടെ സഹോദരന്മാര് അഥവാ അമ്മാവന്മാര്, അവരുടെ വീടുകളിൽ നിന്നോ. ഔബുയൂത്തി ഖാലാത്തിക്കും ഉമ്മയുടെ സഹോദരിമാര്, മാതൃ സഹോദരിമാര്, അവരുടെ വീടുകളിൽ നിന്നും നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് കുറ്റമില്ല. അപ്പൊ അവരുടെ വീടുകളിലൊക്കെ പോയിട്ട് നമുക്ക് എടുത്ത് ഭക്ഷണം കഴിക്കാം. അവർക്കതിൽ സമ്മതമുണ്ട് എന്നറിഞ്ഞാൽ അവർക്കതിൽ വെറുപ്പൊന്നും ഉണ്ടാവില്ല. അമ്മായിന്റെ വീട്ടിലേക്ക് വിരുന്ന് പോയതാണ്, അല്ലെങ്കിൽ മൂത്താപ്പാന്റെ വീട്ടിൽ പോയതാണ്, സഹോദരന്റെ വീട്ടിൽ പോയതാണ്, അവിടുന്ന് എന്തെങ്കിലും എടുത്ത് കഴിക്കുന്നതിന് അവര് വിയോജിപ്പൊന്നുമില്ല, എതിർപ്പൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്നറിഞ്ഞാൽ വാക്കാൽ സമ്മതമൊന്നും വേണ്ട, എടുത്ത് കഴിക്കാം. അതുപോലെ തന്നെ ഔമാ മലക്തും മഫാത്തിഹു, നിങ്ങള് ഏതൊരു വീടിന്റെ ചാവിയാണോ ഉടമയാക്കിയിട്ടുള്ളത്, നിങ്ങളെ കയ്യിൽ വെച്ചിട്ടുള്ളത്, ഉടമയാക്കിയിട്ടുള്ളത്, ആ വീടുകളിൽ നിന്നും നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. ഐ ഖസൻതുമൂഹു ലിഗൈരിക്കും, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചത്, അതും നിങ്ങൾക്ക് കഴിക്കാം. ഔ സ്വദീഖിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരന്റെ വീട്ടിൽ നിന്നും നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. അതിനൊന്നും കുറ്റമില്ല. വഹുവ, സ്വദീഖ് എന്ന് പറഞ്ഞാൽ മൻ, ഒരുത്തൻ, സ്വദഖക്കും, അവൻ നിങ്ങളെ വാസ്തവമാക്കുന്നുണ്ട്, സത്യസന്ധനാക്കുന്നുണ്ട്, ഫീ മവദ്ദതിഹി, അവന്റെ സ്നേഹത്തിൽ സത്യസന്ധനാണ്. അപ്പൊ നിഷ്കളങ്കമായ നിഷ്കപടമായ സ്നേഹവും കൂട്ടുകെട്ടുമാണ് അവർക്കിടയിലുള്ളത്. അവന്റെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കാം, അതിനൊന്നും കുറ്റമില്ല. അൽ മാന, ഈ ആയത്തിന്റെ ആശയം യജൂസുൽ അക്ലു മിൻ ബുയൂതി മൻ ദുകിറ, പറയപ്പെട്ട ആളുകളുടെ വീടുകളിൽ നിന്നും ഭക്ഷണം കഴിക്കാം. വൈലം യഹ്ലുറു, അവരവിടെ ഇല്ലെങ്കിലും, അവരവിടെ ഹാലിറല്ല, സന്നിഹിതരല്ലെങ്കിലും ശരി, അവിടുന്ന് ഭക്ഷണം കഴിക്കാം. ഐ ഇദാ ഉലിമ റിളാഹും ബിഹി, ഇതാ ഉലിമ അറിയപ്പെട്ടു കഴിഞ്ഞാൽ റിളാഹും, ഈ പറയപ്പെട്ട ആളുകൾക്ക് തൃപ്തിയുണ്ട്, ബിഹി ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അവർക്ക് സന്തോഷമുള്ളൂ എന്ന് അറിയപ്പെട്ടാൽ ഭക്ഷണം കഴിക്കാം, അതിന് കുറ്റമില്ല. അപ്പോ നമ്മുടെ കുടുംബത്തിൽ ഈ പറയപ്പെട്ട ആളുകളെ വീട്ടിലേക്ക് അല്ലെങ്കിൽ കൂട്ടുകാരുടെ വീട്ടിലേക്കൊക്കെ പോയിട്ട് അവിടുന്ന് എന്തെങ്കിലും എടുക്കുന്നതോ കഴിക്കുന്നതൊന്നും അവർക്ക് കുഴപ്പമില്ല, അതിൽ സന്തോഷം ഉണ്ടാവുള്ളൂ എന്ന് ഓരോരുത്തരുടെയും സ്വഭാവം വെച്ചിട്ടൊക്കെ നമുക്കറിയാലോ. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ സംഭവമൊന്നും വേണ്ട, എടുത്ത് ഉപയോഗിക്കാം. ഇനി സ്വഹാബത്തിൽപ്പെട്ട ചില ആളുകൾ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കില്ല. അവര് ഒരു വിരുന്നുകാരനെ, അതിഥിയെ കൂട്ടി കൂട്ടമായിരുന്നിട്ടേ കഴിക്കൂ. ബനൂ ലൈസ് ബിൻ അംർ ബിൻ കിനാനത്ത് ഗോത്രക്കാര് പ്രത്യേകിച്ചും അവരൊറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുകയില്ല. അവരിൽപ്പെട്ട ചില ആളുകൾ ഭക്ഷണം എടുത്തു വെച്ചിട്ട് ഒരു അതിഥിയെ കിട്ടുമോ എന്ന് നോക്കും. കിട്ടിയിട്ടില്ലെങ്കിൽ, കൂടെ കഴിക്കാൻ ആളെ കിട്ടിയില്ലെങ്കിൽ കഴിക്കില്ല. ഭക്ഷണം മുമ്പിൽ വെച്ചിട്ട് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഇരുന്ന ആളുകളൊക്കെ അവരുടെ കൂട്ടത്തിലുണ്ട്. നല്ല പാലുള്ള ഒട്ടകങ്ങളുടെ പാലുകൾ കറന്നിട്ട് കൂടെ കുടിക്കാൻ ആളെ കിട്ടാത്തതുകൊണ്ട് പാല് കുടിക്കാതെ പോയ അവസരങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളും ഉണ്ടായപ്പോൾ അല്ലാഹു തആല ആ ധാരണയെ തിരുത്തുകയാണ്. കൂട്ടമായിട്ട് തന്നെ ഭക്ഷണം കഴിക്കണം, ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കരുത് എന്ന ആ ധാരണയെ തിരുത്തുകയാണ്. കൂട്ടമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു ബറക്കത്തുണ്ട്, അതിഥികളെ കൂട്ടുന്നതിൽ അതിലേറെ ബറക്കത്തുണ്ട്. എങ്കിലും അങ്ങനെ കഴിക്കാവൂ എന്നില്ല എന്ന് അല്ലാഹു തആല പറയുകയാണ്. ലൈസ അലൈക്കും ജുനാഹുൻ, നിങ്ങളുടെ മേൽ കുറ്റമില്ല. അൻതകുലു ജമീഅൻ ഐ മുജ്തമിഈന, നിങ്ങൾ ഭക്ഷണത്തിന്റെ മേൽ ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് കുറ്റമില്ല. ഔ അഷ്താതൻ, അല്ലെങ്കിൽ ഒറ്റക്കൊറ്റക്ക് കഴിക്കുന്നതിനും കുറ്റമില്ല. മുതഫർരിഖീന, ഒറ്റക്കൊറ്റക്ക് കഴിക്കുക. ഇന്നിപ്പോ അങ്ങനെയാണ്, ഓരോരുത്തർക്ക് ഓരോ പ്ലേറ്റ് ആണല്ലോ. തങ്ങളുടെ കാലത്തുള്ള യഥാർത്ഥ സുന്നത്ത് എല്ലാവരും കൂടെ ഒരേ തളികയിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. അങ്ങനെ കഴിക്കുന്നതിനും കുറ്റമില്ല, ഒറ്റക്കിരുന്ന് കഴിക്കുന്നതിനും കുറ്റമില്ല. കൂട്ടമായിരുന്നു കഴിക്കുകയാണെങ്കിൽ അതിലൊരു പ്രത്യേക ബറക്കത്തുണ്ട്. നബി തങ്ങളുടെ കാലത്ത് അങ്ങനെയായിരുന്നു നടന്നിരുന്നത്. അഷ്താത്തൻ എന്നത് ജംഉ ഷത്തിൻ, ഷത്ത് എന്ന മസ്ദറിന്റെ ഷത്തിന്റെ ജം ആണ് അഷ്താത്ത്. ശത്ത യശിത്തു എന്നാണ് ഫീല്, വിട്ടുപിരിഞ്ഞു എന്നർത്ഥം. നസല, ഈ ആയത്തിറങ്ങിയത് ഫീമൻ, ഒരു കൂട്ട സ്വഹാബത്തിന് ചൊല്ലിയാണ്, അവരുടെ കാര്യത്തിലാണ്. തഹറജ, അവർ കുറ്റമായി കണ്ടു. യഅകുല വഹ്ദ, അവന് തനിച്ച് ഭക്ഷിക്കൽ കുറ്റമായി കണ്ട സ്വഹാബത്തിനെ കുറിച്ചിറങ്ങിയതാണ്.
അവർ വൈതാലം യജിദ് അവരെത്തിച്ചില്ല എങ്കിൽ, അവർക്ക് ലഭിച്ചില്ല എങ്കിൽ, മയ്യു ആക്കിലുഹു അവന്റെ കൂടെ കഴിക്കുന്ന ആളുകളെ കിട്ടിയിട്ടില്ലെങ്കിൽ യത്രുക്കുൽ അഖില ഭക്ഷണം കഴിക്കൽ തന്നെ അവർ ഒഴിവാക്കും. അങ്ങനത്തെ ആളുകളെ ചൊല്ലി ഇറങ്ങിയതാണ്. അപ്പൊ അത് കുറ്റമില്ല, ഒറ്റക്കും കഴിക്കാം. കൂടെ ആളെ കിട്ടുകയാണെങ്കിൽ അതാണ് ബെറ്റർ, കിട്ടിയില്ലെങ്കിൽ ഒറ്റക്കും കഴിക്കാം. ഇനി ഫൈദാ ദഖൽതും ബുയൂത്തൻ, വിശ്വാസികളെ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ബുയൂത്തല്ലക്കും നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണെങ്കിൽ, ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. ലാ അഹ്ല ബിഹ, ആ വീട്ടിൽ ആരും അഹ്ലുകാരൊന്നുമില്ല. അപ്പൊ വിജനമായി കിടക്കുന്ന വീട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണെങ്കിൽ ഫസല്ലിമു അലാ അൻഫുസിക്കും, നിങ്ങൾ നിങ്ങളുടെ മേൽ തന്നെ സലാം പറയുക. മനുഷ്യരായിട്ട് ആരുമില്ലല്ലോ ആ വീട്ടില്. അത് പള്ളിയാവാം, നിങ്ങളുടെ റൂമാവാം, എന്തും ആവാം. നിയമങ്ങളൊക്കെ ഒരുപോലെയാണ്. വീട്ടിൽ ആളുകൾ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ പോകുമ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയണമെന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇതേ സൂറത്തിൽ തന്നെ. ഇത് പറയുന്നത് ലാ അഹ്ല ബിഹ, അഹ്ലുകാരില്ലാത്ത താമസക്കാരില്ലാത്ത വീട്ടിലേക്ക് കയറുമ്പോൾ ഫസല്ലിമു അലാ അൻഫുസിക്കും. അപ്പൊ നമ്മൾ വീട് പൂട്ടി പോയതായിരുന്നു, വീട് തുറന്ന് നമ്മൾ വീട്ടിലേക്ക് കയറുകയാണ്, നമ്മുടെ വീടാണ്, അല്ലെങ്കിൽ പള്ളിയിലേക്ക് കയറുകയാണ്. ഇങ്ങനെയുള്ള അവസരത്തിൽ നിങ്ങൾ ഫസല്ലിമു അലാ അൻഫുസിക്കും, നിങ്ങളുടെ മേലിൽ തന്നെ നിങ്ങൾ സലാം പറയണം. എങ്ങനെയാണ് നമ്മൾ സ്വന്തത്തിന്റെ മേൽ സലാം പറയല്? കൂലു, നിങ്ങൾ പറയുക അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് സലാം പറയുക. ഫൈനൽ മലായികത തറുദ്ദു അലൈക്കും, അവിടെയുള്ളതായ മലക്കുകൾ നിങ്ങളുടെ സലാം മടക്കും. വൈൻകാന ബിഹാ അഹ്ലുൻ, ഇനി ആ വീട്ടില് അഹ്ല് ഉണ്ടെങ്കിലോ ഫസല്ലിമു അലൈഹിം, അവരോട് സലാം പറയണം. അപ്പൊ നിങ്ങള് സ്വന്തത്തിന്റെ മേൽ സലാം പറയുക തഹിയ്യത്തൻ മിൻ ഇൻദില്ലാ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അഭിസംബോധനയായിട്ട്. മസ്തറു ഹയ്യ, ഹയ്യ യുഹയ്യി, തഹിയ്യത്ത്, ഹയ്യയുടെ മസ്തറാണ് തഹിയ്യത്ത്. അപ്പൊ അള്ളാഹു താലയുടെ ഭാഗത്തു നിന്ന് അള്ളാഹു താല നിശ്ചയിച്ചു തന്നതായ ഒരു തഹിയ്യത്താണ് അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അത് നിങ്ങൾ ചൊല്ലണം. മുബാറക്കത്തൻ ത്വയ്യിബത്തൻ, വളരെ മുന്തിയതായ ബറക്കത്തുള്ളതായ ഒരു തഹിയ്യത്തായിട്ട് നിങ്ങൾ സലാം പറയണം. ഒരു അഭിവാദന രീതി. ത്വയ്യിബത്തുൽ ഉദ്ദേശം യുസാബു അലൈഹ, പ്രതിഫലം നൽകപ്പെടുന്ന മുന്തിയതായ തഹിയ്യത്ത്. ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട, പാലിക്കേണ്ട സംസ്കാരങ്ങളാണ്, മര്യാദകളാണ്. കദാലിക, ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ യുബയ്യിനുല്ലാഹു ലക്കും, അല്ലാഹു തആല ഇനിയും നിങ്ങൾക്ക് വെളിവാക്കി തരും. അൽ ആയാത്തി, അവന്റെ ഒരുപാട് ആയത്തുകൾ. യുഫസ്സിലു ലക്കും, നിങ്ങൾക്ക് വെളിവാക്കി തരും, വിശദീകരിച്ചു തരും. മആലിമ ദീനിക്കും, നിങ്ങളുടെ ദീനിന്റെ നിയമങ്ങളും വിവരങ്ങളൊക്കെ അല്ലാഹു തആല വെളിവാക്കി തരും. എന്തിന്? ലഅല്ലക്കും തഅഖിലൂന, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട്, ചിന്തിക്കുന്നവരാവാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ബുദ്ധിയുള്ളവരാവാൻ വേണ്ടിയിട്ട്. ലിക്കൈ തഫ്ഹമു ദാലിക, അതായത് നിങ്ങൾ അതൊക്കെ ചിന്തിച്ച് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഇനിയും അല്ലാഹു തആല കാര്യങ്ങളൊക്കെ വിവരിച്ചു തരും. അല്ലാഹു തആല അവന്റെ ദീനിന്റെ നിയമങ്ങളൊക്കെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.